ഇതെന്താണ് രാവിലെ? ഓഹോ, കണ്ടന്റ് പരിപാടിയാണോ? എന്താണ് രാവിലെ പരിപാടി? രാവിലെ ഞാൻ എന്റെ ഒരു കസ്റ്റമർക്ക് കസ്റ്റമൈസേഷൻ ചെയ്യണം ഒരു സാരി. അപ്പം വർക്ക് മെറ്റീരിയൽ നെറ്റിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ചന്തേരി എടുത്തു പിടിച്ച് ഇങ്ങനെ നിക്കുക. ഞാൻ ഇനി വർക്ക് മെറ്റീരിയൽ നെറ്റിൽ കൊടുക്കണോ അത് വേറെ മെറ്റീരിയൽ കൊടുക്കണോ? ഭയങ്കര കൺഫ്യൂഷൻ. ഇതിപ്പോ നമുക്ക് ചന്തേരിയിൽ തന്നെ ചെയ്യണമെന്നില്ല. കസ്റ്റമറിന്റെ ബഡ്ജറ്റ് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ആദ്യം. നമുക്കറിയാലോ ബഡ്ജറ്റ് വൈസ് ആണ് നമ്മൾ നോക്കാറ്. ഇപ്പൊ ചന്തേരിയുടെ വരുമ്പം പെർ മീറ്റർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യെസ് 255 ആണ് പെർ മീറ്റർ വരുന്നത്. അപ്പൊ നമ്മൾ അന്നത്തെ ഫംഗ്ഷൻ അനുസരിച്ച്. പക്ഷെ ഇപ്പൊ ചന്തേരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ്. ആ കംഫർട്ട് ലെവല് ആക്ച്വലി എന്റെ ഈ പ്രാവശ്യത്തെ അതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അനുമാമിന്റെ ഇപ്രാവശ്യത്തെ ഓണം സാരി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന സാധനം. അപ്പൊ അതും കൂടെ ഞാൻ മെറ്റീരിയൽ അറിഞ്ഞു. ഞാൻ ഈ പ്രാവശ്യം ഇച്ചിരി ഉടായ്പില് ചെയ്തേക്കാന്ന് ഓർത്തപ്പോ ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുക്കരുത്. ഞാൻ മെറ്റീരിയൽ അറിഞ്ഞു. അപ്പൊ ഇനി ബാക്കിയും കൂടെ എനിക്ക് സാരിയും കൂടെ കണ്ടാൽ മതി. അല്ല, ഞാൻ ഈ പ്രാവശ്യം ഈ റേപ്പിയർ ചന്തേരിയുടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ആ മാംഗോ ഡിസൈൻ വന്നിരിക്കുന്നതും മറ്റേ ആ സ്ട്രൈപ്സും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സാരി ജസ്റ്റ് സിമ്പിൾ ആയിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ കൊടുത്തു. സെറ്റ് മുണ്ട് എടുത്ത് സൽവാർ തയ്ച്ചു വന്നാൽ ഈ പ്രാവശ്യം സാരി ആയിട്ട് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ അത് വിട്, അത് ഞാൻ പിന്നെ പറയാം. കൊടുത്തിട്ട് കാണാലോ. അപ്പൊ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ചിലര് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിക്ക് ചെയ്തു കൊടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല, ഇതിപ്പോ ടസറിലാണ്. അത് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമേഴ്സ് ബഡ്ജറ്റ് അനുസരിച്ച്. ഇപ്പൊ ഇത് നോക്കിക്കേ, നല്ല കളർ കോമ്പിനേഷൻ ആയത് വരെ ഒരു ലൈറ്റ് സട്ടിൽ പിങ്കിഷ് പീച്ചും കൂടെ പോലത്തെ ഒരു ഷെയ്ഡും കൂടെ എടുത്തു നോക്കിയേ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആഷ്, അതൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഫ്ലവേഴ്സ് ഏതിലേക്കാ ഭംഗിയായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ഇത് നമ്മൾ മെയിൻ ആയിട്ട് തെരേസയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം ഞാനത് വളരെ ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യിക്കാറ്. എനിക്ക് അതിന്റെ ഫിനിഷസ് അതുപോലെ വേണം. പിന്നെ കുറച്ച് നമ്മളുടെ പൊടിക്കൈകൾ അതും കൂടെ കൊടുത്തു കഴിയുമ്പോഴാണ് ഒരു സാരി നല്ല ഭംഗിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. അപ്പൊ ബിനീറ്റ ആദ്യം ചെയ്യേണ്ടത് കസ്റ്റമറിനെ വിളിക്കുക, അവരുടെ അടുത്ത് റേഞ്ച് എങ്ങനെയാ വേണ്ടതെന്ന് ചോദിക്കും. ചന്തേരിയിലാണെങ്കിൽ അങ്ങനെ സിൽക്കിൽ വരുമ്പോൾ 700 റേഞ്ചിന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ബഡ്ജറ്റ് എങ്ങനെയാണ്? പക്ഷെ ഞാൻ പക്ഷെ ചന്തേരിയിൽ ചെയ്തു എന്ന് വെച്ചാൽ സിൽക്കിന്റെ ലുക്ക് ഇല്ലാണ്ട് പോകണോ അങ്ങനെയില്ല കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ പല പല പീസുകളാണ് ഇരിക്കുന്നത് ആ കോർണറിലൊക്കെ. വർക്ക് മെറ്റീരിയൽ അങ്ങനെ വരുന്നത് അത് ഓർക്കുകയും ചെയ്ത് ഇങ്ങനത്തെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് മെറ്റീരിയൽ കൂടുതൽ വരുന്നതിന്റെ സീക്രട്ട് ഡിപ്ലോയ്മെന്റ്സിലെ. യെസ്, ഓഫ് കോഴ്സ്. ഇപ്പൊ ഹാൻഡ് വർക്ക് ആണെങ്കിലും മെഷീൻ എംബ്രോയിഡറിയിലേക്ക് വരുമ്പോഴും ആ റേഞ്ച് വൈസ് നോക്കുമ്പോൾ വർക്ക് കോസ്റ്റ് നമ്മൾ ഹാൻഡിനാണേലും മെഷീനാണേലും വരുന്ന വർക്ക് കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള സംഭവം ഒരേപോലെ ആയിരിക്കും കോസ്റ്റ് വരുന്നത്. പക്ഷെ ഏരിയ ഓഫ് വർക്ക് വിൽ ബി മോർ. ഇത്രയും പൊടിക്കൈ ഇന്നത്തെ കസ്റ്റമേഴ്സിന് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് അതിന്റെ ടെക്നിക്ക്.